ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിതവിടെ നാട്ടിലെത്തി. അപ്പോൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ നിന്നെടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ തിരക്കൊക്കെ കാരണം കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളവിടുന്ന് വരുന്നതിന് മുന്നേ തന്നെ അബുദാബി തന്നെ ഐസുവിൻ്റെ മുടിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ അവിടുന്ന് രാവിലെ കഴിച്ചിരുന്ന ഒരു ഇതാണ് കേട്ടോ. പാലിൽ പൂക്കുല അരച്ചിട്ട് സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പൂക്കുല നാട്ടിൽ നിന്ന് കൊടുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് കൊടുന്നിരുന്നത്. അതിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് പാലിൽ അരച്ചിട്ട് ഇങ്ങനെ കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ബാക്ക് പെയിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ലേഹമൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കിയ സമയത്ത് അതിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുട്ടീനെ ഐസുവിനെ വെളിച്ചെണ്ണ തേച്ച് ഇതേപോലെ തേച്ചിട്ട് ഷീറ്റിലൊക്കെ എടുത്തിട്ട് അങ്ങനെ തന്നെ നാട്ടിൽ അതേപോലെ തന്നെ ഉണ്ട് കുളിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുളിപ്പിക്കാനൊക്കെ ഒരു താത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കുളിപ്പിക്കുന്ന അതിൽ നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ നാൽപ്പാമരും പിന്നെ അവിടുന്ന് ഇവിടെ യൂക്കാലിപ്സിൻ്റെ ഇല ധാരാളമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടായിരുന്നു വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. തിരക്കുകൊണ്ട് അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുന്നേ അവിടെ നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ ജനൽ കൂടെ കയറിയിട്ട് മഴ ഇങ്ങനെ നോക്കുകയാണ്. കൈ ഇങ്ങനെ പുറത്തേക്ക് ആക്കിയ മഴ നനയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മഴ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ പിന്നെ ബേബിക്ക് പേരിട്ടത് ഐമ ഐസൽ എന്നാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു നോമ്പുതുറൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടത്. ഐസുവിന് 40ാമത്തെ ദിവസമാണ് നമ്മളിവിടെ നാട്ടിലെത്തിയത്. പെരുന്നാളിൻ്റെ മുന്നേ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ ഉമ്മ ഉണ്ട്, അനിയത്തി, ഇക്ക, പിന്നെ നമ്മൾ 2 മക്കളും ഞാനും ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ പോകുന്നത്.
പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫ്ലൈറ്റ് കയറി ഉടനെ തന്നെ ഐതി കരഞ്ഞു, കുറേ നേരം കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡും പോയി, വീഡിയോ എടുക്കാൻ പറ്റുകയും ചെയ്തില്ല കേട്ടോ. പിന്നെ ഇത് നാട്ടിലേക്ക് എത്തിയിട്ടുള്ള ഒരു നോമ്പ് തുറൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്